അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കായിട്ട് വരാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെക്സിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അതിന് എൻ്റെ മുന്നേ അപാര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. അതായത് 4,00,000 മേലെ ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 99.9% അല്ലെങ്കിൽ 90% മേലെ എനിക്ക് കിട്ടിയിട്ടുള്ള കമൻസ് മുഴുവൻ സപ്പോർട്ടീവ് കമൻസ് ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് നെഗറ്റീവായിട്ട് കുറേ കമൻറ്റ് വരുമെന്നായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അതിലൊരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. ബാക്കി മോസ്റ്റ്ലി എല്ലാവരും പോസിറ്റീവ് കമൻറ്റ് ഇട്ടെ. മാത്രമല്ല കുറേ ആൾക്കാർ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ ഒരു ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാണ്. നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. സെക്ഷൽ ലൈഫിലൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതായത് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണതാണ് എന്ന് പറയേണ്ടുന്ന ഒരു ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സെക്സ് എന്ന് കേൾക്കുന്ന സമയത്ത്, സെക്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുരുഷനെയും സ്ത്രീയെയും കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതെന്തോ ഒരു അപരാധമാണ് എന്ന് കരുതുന്ന ആൾക്കാർക്കാണെങ്കിലും ഇവിടെ വെച്ച് സംസാരിക്കാം, ഈ വീഡിയോ കാണൽ നിർത്താട്ടോ. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകൾ, അതായത് പുരുഷന്മാർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അതിൽ സെക്സും ഒരു കോണ്ടന്റ് ആണ്, ഒരു മാറ്റർ ആണ്. അപ്പം നമ്മളത് പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ചും കൂടെ സംസാരിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് കാണൽ നിർത്തുക. നിങ്ങൾ അങ്ങനെ അടുത്ത് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കാണേ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് മാറ്ററിലോട്ട് പോകാം. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മാറ്ററിലോട്ട് പോകാം. നിങ്ങളുടെ ഭർത്താവ്, കുറേ കമൻറ്റ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്, നമ്മൾ എങ്ങനെയൊക്കെ ഭർത്താവിനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയാലും എനിക്കത് പറ്റുന്നില്ല. ഞാൻ എങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നാലും ആൾ അതിൽ എന്നിൽ അട്രാക്റ്റഡ് ആവുന്നില്ല. ഞാൻ ഐഷത്ത് പറഞ്ഞ പോലെ കുളിക്കുകയും പല്ലിയേക്കുകയും എല്ലാം ചെയ്തിട്ട് പോയി നിന്നാലും ആൾക്ക് എൻ്റെ അടുത്ത് ഒരു കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭർത്താവിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും സ്ത്രീകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഭർത്താവിന് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇൻഫാക്ട് നമ്മൾ സ്ത്രീകൾ എപ്പോഴും എങ്ങനെയാണ് ആഗ്രഹിക്കുക, നമ്മളെങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ സൗന്ദര്യത്തെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ, നീ ഓക്കെ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം, കെയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മൾ സ്ത്രീകളിൽ. എപ്പോഴും പുരുഷന്റെ കയറവലയത്തിനുള്ളിൽ നിൽക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഭർത്താവിന് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു കെയറിങ് തന്നെയാണ്. അപ്പോൾ പുരുഷന്മാർ കെയറിങ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻലി പുരുഷന്മാർക്ക് കെയറിങ് വേണ്ടുന്ന 2 സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഒന്ന് അവർ എമോഷണലി ഭയങ്കര വീക്കായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പം നമ്മൾ അവരെ ഒരു ബിസിനസ്സിൽ പൊട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാവുന്നതായിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അവരുടെ ഉമ്മയായിട്ട് മാറാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് തോന്നുന്ന വാത്സല്യം എന്താണോ ആ ഒരു വാത്സല്യം നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ഒന്നും പറഞ്ഞ് അവരെ ഓക്കെ ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ മടിയിൽ പിടിച്ച് കടത്തി തല ജസ്റ്റ് ഒന്ന് തടവി കൊടുത്ത് പോട്ടെ, സാരമില്ല, എല്ലാം ശരിയാവും, നമുക്ക് ശരിയാക്കാം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കുക. അത് അവർ ഡിപ്രസ്ഡ് ആണെങ്കിൽ ഇനി അതല്ലാത്ത സമയത്ത് അവർക്ക് ഒരിക്കൽ കൂടെ ഈ ഒരു പറയുന്ന കെയറിങ് ആവശ്യമുണ്ട്. അത് അവർ സിക്കായിട്ടിരിക്കുമ്പോഴാണ്. അവർക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ അവർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു കെയറിങ് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോഴും അവരെ ഒരു കുഞ്ഞിനെ പോലെ പാമ്പർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് രണ്ടും അല്ലാത്ത സമയങ്ങളിൽ ഭർത്താവിന് ശരിക്കും ഈ പറഞ്ഞാൽ ഈ പുറകെ നടന്നുള്ള കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെല്ലായ്പ്പോഴും നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ചായ കുടിച്ചോ, നിങ്ങൾ ചോറ് കഴിച്ചോ, അതിങ്ങനെ നമ്മൾ ഒരു 3-4-5 തവണ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ എപ്പോഴാണ് വരിക, നിങ്ങൾ ആരെ കൂടെ പോയേ, എങ്ങനെ ആരാ നോക്കുക, ഇതിങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പല ഭർത്താക്കന്മാരും ഇപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാനും, അതേപോലെ ഈ സൈക്കോളജി ഒക്കെ എത്രമാത്രം ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഇത് കുറേയൊക്കെ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് അവർക്ക് അരോചകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് അവർ ഇത്രയും കാലം ഒരു മാരിറ്റൽ ലൈഫിലോട്ട് എൻ്റർ ആവുന്നത് വരെയും ഇവർ ഈ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ് ഒന്നും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അഥവാ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഉമ്മടത്തുനിന്ന് അവർ ജനിച്ചത് മുതലേ കേട്ടിട്ടുള്ള സെയിം ടോണിലായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പം അത് പെട്ടെന്ന് വെച്ചിട്ട് മാറി നമ്മൾ ഓവർ റൂളിംഗ് ആയിട്ട് നിങ്ങൾ എപ്പോഴാണ് വരും, അപ്പം തന്നെ വരണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അതിലൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിപ്ലോമാറ്റിക്കലി കളിക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന കാര്യം. കാരണം നമ്മൾ അവരെ ഓവർ കെയറിങ് കൊടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിലാക്കാതിരിക്കുക. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തോന്നും, ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അവരിങ്ങോട്ട് വിളിക്കുന്നത് പകരം നിങ്ങൾക്ക് പറയാം, എനിക്കിത് ഇടയ്ക്ക് കെയറിങ് വേണമെന്നുണ്ട്, അപ്പം നിങ്ങൾ എന്നെ വിളിക്കാം. നമുക്ക് സ്ത്രീകൾ ആവശ്യപ്പെടുന്നതെന്ന് തൊട്ട് വേറൊരു വീഡിയോ ഇൻഷാ അള്ളാ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പേസ് കൊടുക്കുക. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്ത് പോയിക്കോട്ടെ, അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ.
പിന്നെ ഈ കെയറിങ് വേണ്ടാത്ത ഭർത്താവിന് വേണ്ടുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടാണ്. ഇപ്പൊ ആള് എമോഷണലി ഭയങ്കര വീക്കായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. അതല്ലെങ്കിൽ ജോലി ചെയ്ത് കിളി പറന്ന് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും വീട്ടിലോട്ട് വരുന്നുണ്ടാവുക. ഇനി അതും അല്ലെങ്കിൽ ആൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് പല സ്ട്രെസ് കൊണ്ടും ആള് വീട്ടിലോട്ട് വരുമ്പോഴും നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അവരുടെ ബിസിനസ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ കച്ചവട കാര്യങ്ങളോ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ നമുക്ക് വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ലേ, നമ്മൾ ഇത്രയും കാലം ഓടിയത് നിങ്ങളുടെ അധ്വാനത്തിലല്ലേ, അല്ലെങ്കിൽ നിങ്ങളിത് ഇത്രയും കാലം ഇത്രയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇനിയും നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന വലിയൊരു സപ്പോർട്ടാണ്. അതായത് കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ ഭർത്താവ് ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ പോയിട്ട് ഇന്ന ആളുടെ വീട്ടിലെ കല്യാണം ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് എടുക്കണ്ടേ, കുട്ടികൾക്ക് എടുക്കണ്ടേ, അങ്ങനെ ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ നല്ലത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടുകൊണ്ട് പോവുക. ആരാ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്? നമ്മൾ ഈ കല്യാണത്തിന് ഇട്ട ഡ്രസ്സൊക്കെ നമുക്ക് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ അത്രമാത്രം അറിയുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അടുത്ത ആൾക്കാർ അത് മറന്നു പോകും. കാരണം എല്ലാവരും പുതിയതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം നമ്മുടെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ മാത്രമേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാവരും പാടെ ഒന്ന് സെൽഫി എടുത്തു, നിങ്ങൾ ആരെ നോക്കുക? ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ നോക്കാല്ലേ, അല്ലാണ്ട് ഈ ഗ്രൂപ്പിലുള്ള മുഴുക്കൻ ആൾക്കാരെ നിങ്ങൾ ലാസ്റ്റിക്ക് നോക്കി പോളൂ. ആദ്യം നിങ്ങൾ സൂം ചെയ്യുക നിങ്ങളുടെ ഫേസിലോട്ടാണ്. കാരണം നമ്മുടെ ഫേസ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ സെൽഫി എടുത്താൽ പോരെ. നമ്മൾ ഗ്രൂപ്പ് സെൽഫി എടുത്തിട്ട് നമ്മൾ നമ്മളെ സൂം ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസ് നമുക്ക് പഴയ ഡ്രസ്സിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ, ആ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ കോൺഫിഡൻസ് നിങ്ങൾ ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കൊണ്ട് കൊടുക്കാതിരിക്കുക. ഇനി അതല്ല നിങ്ങൾക്കത് അത്തരത്തിലുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കത് എടുക്കാം, അല്ലെങ്കിൽ പേ ചെയ്യാൻ കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫിനാൻഷ്യലി ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ആളുടെ അച്ചീവ്മെന്റ് ആൾ വന്ന് പറയാണ്, എടാ എനിക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ ബോസ് എന്നെ അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ നിർത്തി മനുഷ്യ, ഞാൻ നിങ്ങളുടെ അടുത്ത് മേടിക്കാൻ പറഞ്ഞ സാധനം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാലിന്ന് തല വരയ്ക്ക് ദേഷ്യം വരും. നമുക്കാണെങ്കിൽ ദേഷ്യം വരില്ലേ? അത് തന്നെയാണ് ആൾക്കും തോന്നുള്ളൂ കേട്ടോ. അപ്പം പിന്നെ അവിടെ നല്ല 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 ടോപ്പിക്സോ സംസാരങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്രിസിയേഷനും അതേപോലെ അംഗീകാരവും അതേപോലെ സപ്പോർട്ടും പുരുഷന് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ആള് പറയുകയാണ്, എടാ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ, എനിക്ക് കുറച്ച് സമയം എടുക്കും ഞാൻ വരാനെന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാം. അതല്ലാതെ അതെന്താ അതെങ്ങനെ ശരിയാവുക, നിങ്ങൾ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയാതിരിക്കും. പക്ഷെ ആള് ലൂസ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്വാളിറ്റി ടൈം ആവശ്യപ്പെടാം കേട്ടോ, അതിൽ കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ആളുടെ ക്വാളിറ്റി ടൈമിൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറി നിങ്ങളും കൂടെ ഒരു തലവേദന ആവാതിരിക്കുക എന്നുള്ളതാണ്. ആളുടെ ജോലി ആളെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് വിടുക. പിന്നെ പലപ്പോഴും നമ്മൾ സ്ത്രീകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഭർത്താവ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ മൊബൈലിൽ നോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ പറയുന്നത് പകുതി ആൾ കേൾക്കുന്നുണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ആളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആളത് കേൾക്കും കേട്ടോ. അതായത് ഉറങ്ങിപ്പോകുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോകുന്നു, അങ്ങനത്തെ കഥയല്ല പറയുന്നത്. നമ്മൾ ഒരു സീരിയസ് ആയിട്ടൊരു മാറ്റർ ആളിനെ പിടിച്ചിരുത്തി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആൾ നമുക്ക് ഐ കോൺടാക്ട് തന്നിട്ടില്ലെങ്കിലും ആൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് ഗൗരവമുള്ള ടോപ്പിക് ആണെങ്കിൽ ആൾ കൃത്യമായിട്ട് അത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്നെ നോക്കിയില്ല, എന്നോട് മിണ്ടിയില്ല, എനിക്ക് ഓപ്പോസിറ്റ് മറുപടി തന്നില്ല, തിരിച്ച് മറുപടി തന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവേണ്ടതില്ല. അതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ പറഞ്ഞ് കഴിയുന്ന സമയത്ത് ആളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. പിന്നെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ എസ്സേ കണക്കിന് മണിക്കൂർ കണക്കിന് ഇരുന്ന് പറയുന്ന കഥയ്ക്ക് ആൾ ഒറ്റ വാക്കിലായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാവുക. ഒട്ടുമിക്ക പുരുഷന്മാരും അങ്ങനെയാണ്. ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് കഥ പറഞ്ഞിട്ടുണ്ടാവും, ആൾ നമുക്ക് തരുന്നത് ഒറ്റ വാക്കിലായിരിക്കാം, ആ ശരി, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല സാരമില്ല, അത്രയൊക്കെ ആയിരിക്കും ഉണ്ടാവും മറുപടി. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് പോകും. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് ഈ ചുറ്റി വളച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക, സ്ട്രൈറ്റ് ആയിട്ട് ഒരു റിപ്ലൈ വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആണുങ്ങൾക്ക് വേണ്ട സപ്പോർട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ കോൺവെർസേഷൻ നമ്മളെ ലൈറ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത്. ചില സ്ത്രീകളുണ്ട്, എന്താടി നീ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എന്താടി നീ മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല. എന്താണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട്, ഈ ഒരാഴ്ച ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പാടെ, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പാടെ ഇന്നത്തെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിനോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴായിരിക്കും പറയുന്നുണ്ടാവുക, അത് അങ്ങേർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ അപ്പപ്പുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്പോട്ടിലി സോർട്ട് ചെയ്യുക. മാത്രമല്ല, ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്നേക്കുമായിട്ട് അത് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഇന്നിപ്പോൾ നമ്മൾ ക്ഷമിച്ച് ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അടി ഉണ്ടാക്കിയിട്ട് അപ്പോൾ വീണ്ടും ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ആ കാര്യത്തെ കൊണ്ടടക്കാതിരിക്കുക. കംപ്ലീറ്റ്ലി നമ്മളവിടെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അടുത്തൊരു സെഷനിലോട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ അടുത്ത് പറയുന്ന വേറൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്,
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സിൽ നമ്മൾ എത്രമാത്രം ഇനിഷ്യേറ്റീവ് സ്ത്രീകൾ എടുത്താലും പുരുഷന്മാർക്ക് അതിനോട് താല്പര്യമില്ല എന്നുള്ളത്. അത് സ്ത്രീകളുടെ കേസിലും നേരെ തിരിച്ചും വരാറുണ്ട് കേട്ടോ പുരുഷന്മാർക്ക്. നമുക്ക് അതിനെക്കുറിച്ച് ലോങ് ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വലിയൊരു വീഡിയോ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഷോർട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, പല ആളുകൾക്കും 90 വയസ്സായിട്ടുള്ള ഒരു ഉപ്പൂപ്പാക്കാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ഈ സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു മെനോപോസിന് ശേഷം, ആഫ്റ്റർ മെനോപോസ് അവരുടെ ഈ സെക്ഷൽ നീഡ്സിനുള്ള താല്പര്യം അല്ലെങ്കിൽ ആ ഒരു വലിയ ഇൻട്രസ്റ്റ് ഒക്കെ ചില ആളുകളിലെങ്കിലും കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 18 വയസ്സിലും 19 വയസ്സിലും ഒക്കെ എങ്ങനെയാണോ അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് ഉള്ളത്, അതേപോലെ തന്നെ അവർ ആ 90 വയസ്സിലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും പുരുഷന്മാർ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? അതായത് സ്ത്രീകൾ അങ്ങോട്ടേക്ക്, നമ്മൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്താൽ പോലും പുരുഷന്മാർ ഇങ്ങോട്ടേക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ നമ്മളതിനെ അപ്രോച്ച് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റീസൺസ് ഉണ്ടാവാറുണ്ട്. മെയിൻലി ആ റീസൺ ഉണ്ടാവുന്നത് അവരുടെ ഫിസിക്കലാണ്. ഓക്കെ, പിന്നെ പോൺ വീഡിയോസ് കാണുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അത് ഫിസിക്കലോട്ട് വരുന്നതിന് മുമ്പ് ഇത് ഞാൻ പറയാം. പോൺ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്ന ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ത്രീകളിൽ സെക്സ് ആസ്വദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. അതായത് സ്വന്തം ഭാര്യയിൽ സെക്സ് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഭാര്യമാർ വീട്ടിലിരിക്കെ തന്നെയാണ് ഭർത്താക്കന്മാർ ബാത്റൂമിനകത്ത് പോയിട്ട് ഡോറൊക്കെ അടച്ച് മാസ്റ്റർബേറ്റ് ചെയ്ത് പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സ്ത്രീകളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇങ്ങനെ കൂടെ ജീവിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് ഭാര്യമാരോടുള്ള ഇഷ്ടം കൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്തൊരു പ്രശ്നമാണെങ്കിലും നിങ്ങൾ അയാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളോട്ട് സംസാരിക്കുക. എന്നിട്ട് ആളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിനെ കാണിക്കുക. അവരതിന് റെമഡീസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഭർത്താവിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ പോൺ വീഡിയോസിൻ്റെ അഡിക്ഷനും ഒക്കെ കൃത്യമായിട്ട് തന്നെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും അത് സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി മാരീഡ് ലൈഫ് ആസ്വദിക്കാനും പറ്റുമെന്നുള്ളതാണ് കേട്ടോ. ഇതിന് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കാണാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, പുരുഷന്മാർക്ക് വേറൊരു വിരക്തി, അതായത് സ്വന്തം ഭാര്യയോട് മാത്രം. പലരും പറയാറുള്ളതാണ് അങ്ങേർക്ക് എന്നോട് മാത്രമേ പറ്റായിക്കുള്ളൂ, ബാക്കി എല്ലാവരും ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അതിന് ഒരു പരിധി വരെ നമ്മൾ സ്ത്രീകൾ തന്നെ കാരണക്കാരാവുന്നുണ്ട്. ഞാൻ സ്ത്രീകളെ കുറ്റം പറയുകയല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഞാനൊരു പെണ്ണാണ്, എനിക്കറിയാം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ചിലരൊക്കെ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ജോലി ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്നിട്ടും ഇവർ ഈ സെക്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ത്രീകൾക്ക് തോന്നാറുണ്ട്, ഇങ്ങേക്ക് ഒരു ക്ഷീണമില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ ടയർഡായിട്ട് കിടക്കണം, അപ്പോഴും ഇയാൾക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട്, നമുക്കത് തോന്നാറുണ്ട് പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും സെക്സ് എന്ന് പറയുന്നത് അവരുടെ പ്ലഷർ ടൈമാണ്. അപ്പോൾ അവർ നമ്മുടെയും പ്ലഷർ ടൈമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് അത് പോസിബിൾ ആവാറില്ല എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഇവർക്ക് ഇതൊരു പ്ലഷർ ടൈമാണ്. അത് ഡെയിലി ആവശ്യപ്പെടുന്ന പുരുഷന്മാരുണ്ടാവും, ഡെയിലി ട്വൈസ് ഓർ ത്രൈസ് ആവശ്യപ്പെടുന്ന പുരുഷന്മാരുണ്ടാവും, വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ആവശ്യപ്പെടുന്ന പുരുഷന്മാരുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതവും മനസ്സിൻ്റെ പ്രകൃതത്തിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ് ഓരോ ആളുകൾക്കും. അപ്പോൾ അവളുടെ ഭർത്താവിന് വല്ലപ്പോഴും നമ്മൾ സ്ത്രീകൾ ചിലരെങ്കിലും ചെയ്യുന്നതാണ് സ്വന്തം ഭർത്താവിൻ്റെയും മറ്റുള്ള ഭർത്താക്കന്മാരുടെ, അതായത് സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിൻ്റെ ഭർത്താവിൻ്റെ സെക്ഷൽ ലൈഫ് എങ്ങനെ, എൻ്റെ ഭർത്താവിൻ്റെ സെക്ഷൽ ലൈഫ് എങ്ങനെയെന്നൊക്കെ സംസാരിക്കുന്നത് വളരെ വലിയ പാപം കൂടെയാണ് കേട്ടോ ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റിൽ അത്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ സെക്ഷൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രം, നിങ്ങളുടെ ഇടയിൽ മാത്രം ഒതുക്കി വയ്ക്കുന്ന ഒരു കാര്യമാക്കി നിങ്ങൾ കൊണ്ടുനടക്കുക. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ഒരു നോ പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഫോർ പ്ലേ, ആഫ്റ്റർ പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലഷർ ആസ്വദിക്കാൻ ഉദ്ദേശിക്കാത്ത സമയമാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾക്കൊരു ദയ, അത് സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഫിസിക്കലി ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴങ്ങി കൊടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾ ഫിസിക്കലി ഇത്തിരിയൊക്കെ ഓക്കെയാണ്, അതായത് നിങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് ശാരീരികമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സംതൃപ്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനുവദിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ആണുങ്ങളുടെ വലിയൊരു ഈഗോ ആണ് നമ്മൾ അവരെ ബെഡ്റൂമിൽ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ അവരുടെ അടുത്ത് പറയണം, അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വേണ്ട എനിക്ക് പറ്റില്ല എന്ന് അവർ ചിലപ്പോൾ മേ ബി നമ്മുടെ അടുത്ത് അത് പറയുന്നുണ്ടാവും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പിണക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഓക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അത്തരത്തിൽ പിണക്കെ അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു കർട്ടൺ വൈറ്റ് ഒരു നോ എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഈഗോ പെട്ടെന്ന് ഹേർട്ടാവും. നമുക്ക് സ്ത്രീകളുടെ മാറ്റർ പിന്നെ ഇൻഷാല്ലാ സംസാരിക്കാം. അപ്പോൾ അവരുടെ ഈഗോ ഹേർട്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി നോ പറയാതിരിക്കുക. അപ്പോൾ എനിക്ക് ഒരു ഐഡന്റിറ്റി വേണ്ടേ, എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക,
നിങ്ങളുടെ പാർട്ട്ണറാണ്. നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പാതിയാണ്. അപ്പോൾ അവരുടെ മെന്റൽ ഹെൽത്തും നിങ്ങളുടെ മെന്റൽ ഹെൽത്തും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. നിങ്ങളുടെ മെന്റൽ ഹെൽത്തും അവരുടെ മെന്റൽ ഹെൽത്തും അവരും ടേക്ക് കെയർ ചെയ്യണം. സോ നിങ്ങളുടെ ഫിസിക്കൽ നീഡ്സും അവരുടെ ഫിസിക്കൽ നീഡ്സും അവർ ടേക്ക് കെയർ ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ ഫിസിക്കൽ നീഡ്സും നിങ്ങളുടെ ഫിസിക്കൽ നീഡ്സും നിങ്ങളും ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ആളും പറ്റുന്ന വരെ തയ്യാറാവുക. എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നത് എല്ലാത്തിനും ഒരു ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറിക്കകത്ത് നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് കൂടുതൽ സ്ത്രീകൾ എഗെയിൻസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സാധനമൊന്നും ഇല്ല ഈശോ ചോദിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു മാരീഡ് ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെക്ഷൽ ഡ്രൈനെസ് പുരുഷന്മാർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭർത്താക്കന്മാർക്ക് കുറേ നമ്മൾ നോ പറയുന്ന സമയത്ത് പിന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വെറുപ്പുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത്. വൃത്തി നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം, ഭർത്താക്കന്മാർ നോ പറയാനുള്ള കാരണം ഇവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ നോക്കുക. അത് മേ ബി കൗണ്ട് കുറവിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ സൈസ് ഇഷ്യൂസ് ആയിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്ര ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം. ഇങ്ങനെ കുറേ ഇപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും തോട്ട്സ് വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ ഇഷ്യൂസ് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചിരുത്തി ആളോട് തുറന്ന് സംസാരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ടൈം കിട്ടാത്തതിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി എന്നെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റൂല എന്ന് കരുതിയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഇപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് എടുക്കാനായിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് താല്പര്യപ്പെടുത്തുക കേട്ടോ. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരുഷം തന്നെ കണക്കാക്കുന്നത് കുറേ ആളുകളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും വീഴ്ച വരുമ്പോഴേക്കും ഇവർ സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലോട്ടൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ ആസ് എ വൈഫ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് രണ്ടുപേരും ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ഹസ്ബൻഡിന് വേണ്ടുന്ന ഹെൽപ്പ് നിങ്ങൾ കൊടുക്കുക. അത് ഫിസിക്കലി ആണെങ്കിൽ ഫിസിക്കലി കൊടുക്കുക, മെൻ്റലി ആണെങ്കിൽ മെൻ്റലി കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആളുടെ സെക്ഷൽ ലൈഫ് കറക്റ്റാണ്, ആളുടെ എമോഷണൽ ലൈഫ് കറക്റ്റാണ്, ആളുടെ മെൻ്റൽ ലൈഫ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സൗന്ദര്യം ആൾക്ക് ആവശ്യമില്ല, എന്താ പറയുക, നിങ്ങളുടെ സമ്പത്ത് ആൾക്ക് ആവശ്യം ഉണ്ടാവില്ല, നിങ്ങളുടെ സർവീസ് ആൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ എല്ലാ ന്യൂനതകളും ഭർത്താവ് ഒരു പരിധി വരെയെങ്കിലും ആൾ കണ്ണടച്ച് വിടാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 90%. പിന്നെ ഡിസോർഡേഴ്സ് ഉള്ള, അതായത് സെക്ഷൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുടെ കാര്യമൊന്നും നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. സാധാരണഗതിയിലുള്ള നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എഗെയിൻ ഞാൻ ഒന്നും കൂടെ പ്രിക്കോഷൻ എടുക്കുകയാണ്. നെഗറ്റീവ് കോമൻസ് ഇടാൻ ഉള്ള ത്വര ആർക്കെങ്കിലും ഇത്രയും വീഡിയോസ് കണ്ടിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ഇതിടാതിരിക്കുക കേട്ടോ. കാരണം ഈ വീഡിയോസ് കുറേ ആൾക്കാർക്ക് ഉപകാരമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. സെക്സിനെ കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നത് എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ഡെയിലി സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഡെയിലി കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, നമുക്ക് സാർമാർ പഠിപ്പിച്ച് തരുന്നുണ്ട്. സോ നമ്മളതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ്, ഒരു അറിവ് നേടുന്ന പരിപാടി മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതും അങ്ങനെ മാത്രമാണ്. ഇതിലെന്തോ ഒരു വൾഗാരിറ്റി കണ്ടുകൊണ്ട് ആ ഒരു കണ്ണിലെടുത്തുകൊണ്ട് വരരുത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ദയവ് ഇത് അവിടെ കയ്യിൽ തന്നെ വെക്കുക, മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.